ഹായ്, സോൾട്ട് ആൻഡ് പെപ്പറിലേക്ക് സ്വാഗതം. ഇന്ന് സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ യാത്ര എത്തി നിൽക്കുന്നത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിലെ ബൈപ്പാസിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് പാലത്തറ എന്ന സ്ഥലത്തെത്തി. വളരെ പ്രത്യേകതയുള്ള ഒരു ഹോട്ടൽ ഞങ്ങൾ കണ്ടെത്തി. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വാഴയിലയിൽ നാടൻ ഊണ്. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് വാഴയിലയിൽ നാടൻ ഊണ്, നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ വാഴയിലയിൽ ഊണ് കഴിക്കാറുണ്ട്. പക്ഷേ പല ഹോട്ടലുകളിലും ഇന്ന് ഈ വാഴയില അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ വാഴയിലയിൽ നാടൻ ഊണ്. അതുമാത്രമല്ല, ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റോ അതിനുശേഷം വൈകുന്നേരമുള്ള ഭക്ഷണമോ ഒന്നും ഇവിടെ ഇല്ല. രാവിലെ 11 മണി തൊട്ട് 4 മണി വരെ ആകുമ്പോഴേക്കും ഈ ഹോട്ടൽ രാവിലെ 11 മണിക്ക് തുടങ്ങി വൈകുന്നേരം 4 മണിക്ക് ക്ലോസ് ചെയ്യുകയാണ്. അത്രയ്ക്ക് തിരക്കാണ്. ഊണെല്ലാം ചൂടപ്പം പോലെ എന്ന് പറയാൻ പറ്റില്ല, ചൂട് ഊണ് പോലെ വിറ്റങ്ങ് പോകുന്നൊരു സ്ഥലം കൂടെയാണ്. പിന്നെ ഒരുപാട് സ്പെഷ്യലുണ്ട്. ഈ ഊണ് മാത്രമാണെങ്കിലും ഇവിടുത്തെ സ്പെഷ്യൽ വിഭവങ്ങൾ വളരെ പ്രശസ്തമാണ്, രുചികരവുമാണ്. അപ്പോൾ നമുക്ക് വേണ്ടതും ആ സ്പെഷ്യാലിറ്റികളാണല്ലോ. അപ്പോൾ അത് തേടിയാണ് ഇന്ന് സോൾട്ട് ആൻഡ് പെപ്പർ ഇവിടെ എത്തിയിരിക്കുന്നത്. വാഴയിലയിലെ നാടൻ ഊണ്, ഇത് ഹോട്ടലിൻ്റെ പേരാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ചേച്ചി നമസ്കാരം. നമസ്കാരം. പ്രദീപ്, സോൾട്ട് ആൻഡ് പെപ്പർ. ഇവിടെ വന്ന് കയറാൻ പോലും സ്ഥലമില്ലല്ലോ, അത്രയ്ക്ക് തിരക്കാണോ ഇവിടെ? അതെ അതെ, ഉച്ച സമയത്ത് നല്ല തിരക്കാണ്. ആണോ? എന്തൊക്കെയാ ഇവിടെ ഇത്രയും തിരക്കിന്റെ പ്രത്യേകത എന്താണ്? ഉച്ചയ്ക്ക് ഇവിടെ നല്ല നാടൻ വാഴയില സദ്യയാണ് കൊടുക്കുന്നത്. ഈ ഹോട്ടലിന്റെ പേരാണോ, പേരല്ലേ വാഴയില സദ്യ എന്നുള്ളത്? ഇല്ല ഇല്ല, വാഴയിലയിൽ സദ്യ. വാഴയിലയിൽ സദ്യ, അത് തന്നെയാണല്ലേ? അതെ. ഇത് എപ്പോ തുടങ്ങും ഇവിടെ സദ്യ? ഇവിടെ ഒരു 11 മണിക്ക് തുടങ്ങും, 4 മണി വരെ കാണും. 4 മണി കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ വിഭവങ്ങളാവുള്ള? ഇല്ല, ഉച്ചയ്ക്ക് ഊണ് മാത്രമേ ഉള്ളൂ. അത് ഒരു സംഭവം അല്ലേ? ഉച്ചയ്ക്ക് ഊണ് മാത്രം. 11 മണി തൊട്ട് ഊണ് അങ്ങ് തുടങ്ങുകയായി. പിന്നെ ആ ഊണ് കഴിഞ്ഞാൽ 4 മണിക്ക് ഊണ് കഴിഞ്ഞാൽ ഈ ഹോട്ടൽ അടയ്ക്കുന്നു. പിന്നെ നാളെ ഈ ഹോട്ടലിലുള്ളൂ. പക്ഷേ ഈ ഊണിൻ്റെ തിരക്കാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്, ഇവിടുത്തെ ഈ ഒരു സമയത്തുള്ള ഊണ് കഴിക്കാൻ. ഇതെങ്ങനെയാണ് ഇവിടുത്തെ, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഒരു പ്രൈസാണ്. എങ്ങനെയാണത്? ഇവിടെ 60 രൂപയാണ് ഒരു ഊണിന്. ഈ ഊണിൽ എന്തൊക്കെ ഉണ്ടാവും 60 രൂപയുടെ ഊണിൽ? ചീനി എന്ന് പറഞ്ഞാൽ കപ്പ, 2 തരം തൊടുകറി, പിന്നെ അച്ചാറ്, പിന്നെ സാമ്പാർ, പുളിശ്ശേരി, രസം, മീൻകറി, ചിക്കൻ കറി. മീൻകറി ചിക്കൻ കറിയും ഉണ്ട്. അതെ അതെ. ഇതെല്ലാം കൂടെ ചേർത്ത് 60 രൂപയാണ് ഇവിടുത്തെ ഊണ്. അതാണ് ഇവിടുത്തെ തിരക്ക്. ഇങ്ങനെ എല്ലായിടത്തും വെച്ച് കഴിഞ്ഞാലൊന്നും തിരക്കുണ്ടാവില്ല. അതിന് ആ തിരക്കിന്റെ കാരണം ഇവിടുത്തെ ഒരു രുചി തന്നെയായിരിക്കും അല്ലേ? അതെ അതെ, നാടൻ ഭക്ഷണ രുചി തന്നെയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത്രയും കറികൾ മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് ചോദിച്ചാൽ അല്ല. സൈഡിലായിട്ടൊരു ബോർഡ് കാണാം. ബോർഡിൽ ബാക്കി കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ചൂരക്കറി, പോത്തുലർത്തിയത്, ചൂര ഫ്രൈ, നെത്തോലി ഫ്രൈ, നാടൻ കോഴി, അയില ഫ്രൈ, ചാള ഫ്രൈ, ഞണ്ട് റോസ്റ്റ്. ഇതെല്ലാം ഇവിടെയുള്ള വിഭവങ്ങളാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഊണിന് പുറമെ ഇതൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. അത് കൊള്ളാം. ഇത് ഇവിടെ വരാനായിട്ട് ഏറ്റവും എളുപ്പ വഴി എങ്ങനെയാണ്? ഇവിടെ പാലത്തറയാണ്. പിന്നെ ഒരു നല്ല ഫേമസ് ഒരു ഹോസ്പിറ്റലുണ്ട്, NS ഹോസ്പിറ്റൽ. അതിന്റെ തൊട്ട് മുമ്പിൽ കാണുന്നതാണ് നമ്മുടെ കട. ഇവിടെ ഷെഫ് നമ്മളെല്ലാരും തന്നെ കുക്കിങ്ങും എല്ലാമായിട്ട്. ഇതിന്റെ ഓണറും കുക്കിങ്ങിന് ഉണ്ടല്ലേ? അതെ അതെ. അത് ശരി. ഇത് ഓണറായി നിൽക്കുന്ന പേര് പറഞ്ഞ് ഞാൻ ഇതുവരെ പേര് ചോദിച്ചില്ല. സയാന. ഓക്കെ. അപ്പോൾ സയാന മാഡം ഇവിടെ കുക്ക് ചെയ്യുന്നുണ്ടല്ലേ? ഇടയ്ക്ക് സഹായിക്കാറുണ്ട്. അതിനൊരു മേൽനോട്ടമൊക്കെ വഹിക്കാറുണ്ട്. നമ്മളെ വീട്ടിലുള്ള പോലെ അതേ വൃത്തിയും ചിട്ടയും വെടിപ്പും ഒക്കെ ഉണ്ടല്ലേ? അതെ, തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് ഈ തിരക്കിൻ്റെ ഒരു പിന്നിലെ കാരണം തന്നെ ഇവിടുത്തെ ഒരു രുചി തന്നെയാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ രുചിയുടെ കാര്യം ഇനി അറിയണ്ടേ? അപ്പോൾ ഇന്ന് നമുക്ക് വേണ്ടി നമ്മുടെ ഈ ബെസ്റ്റ് രുചി ഇന്ന് പ്രിപ്പയർ ചെയ്യുന്നത് ആരാന്ന് നോക്കാം. ഇന്ന് ആരാണ് നമുക്ക് വേണ്ടിയിട്ട് പാകം ചെയ്യാൻ പോകുന്നത്? നിങ്ങൾക്ക് വേണ്ടി ഞാൻ തന്നെ ഇന്ന് ചെയ്തു തരാം. അടിപൊളി. അപ്പോൾ ഓണർ തന്നെയാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതും ഇവിടുത്തെ മേൽനോട്ടമൊക്കെ വഹിക്കുന്നതും ഓണർ തന്നെയാണ്. അപ്പോൾ ആ ഒരു കൈപ്പുണ്യം തന്നെയാണ് നമ്മളിന്ന് അറിയാൻ പോകുന്നത്. ഇന്ന് എന്താ നമുക്ക് വേണ്ടി ഉണ്ടാക്കാൻ പോണേ? ഇന്ന് സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വേളാക്കറി ഉണ്ടാക്കി തരാം. നാടൻ വേളാക്കറി. നാടൻ കറി. പല ഹോട്ടലിലും പോകുമ്പോൾ എല്ലാവരും പറയുന്നത് നമ്മൾ സ്പെഷ്യലായിട്ട് ഒരു സ്പെഷ്യൽ കറി ഉണ്ടാക്കി തരാം, അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടില്ലാത്ത നല്ല മനോഹരമായിട്ടുള്ള പേരൊക്കെയാണ് അതുണ്ടാക്കി തരാമെന്ന് പറയും. പക്ഷേ ഇന്നിവിടെ നാടൻ കറി, എനിക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് പോയാലോ? അപ്പോൾ നിങ്ങൾ ഇവിടുത്തെ കാഴ്ചയൊക്കെ ഒന്ന് കണ്ട് വരൂ. അപ്പോഴേക്കും ഇതിനകത്തിപ്പോൾ എന്തായാലും ഇവിടെ സൂചി കുത്താൻ ഇടമില്ല, അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കണേ. അപ്പോൾ നമുക്ക് കുറച്ചോട്ട് മാറി, ഇതിൻ്റെ അടുത്തോട്ട് മാറി ഒന്ന് അടുപ്പൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ ഇപ്പോഴേക്കും പെട്ടെന്ന് വരാം. അപ്പോൾ ചേച്ചി ഒന്ന് റെഡി ആയിക്കോളൂ. ആയിക്കോട്ടെ. അപ്പോൾ രുചിക്കൂട്ടിൽ ഒരു ടേസ്റ്റി ബ്രേക്ക്.
ചെറിയ പൈസയ്ക്ക് നല്ല രീതിയിലൊരു ആഹാരം കഴിക്കാൻ പറ്റുന്ന തരാം. നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ആഹാരം, നാടൻ ഭക്ഷണം ഏറ്റവും നല്ല രീതിയിൽ വാഴയിലേക്ക് വൃത്തിയായിട്ട് ഏറ്റവും നല്ല രീതിയിൽ. ടേസ്റ്റി ബ്രേക്കിൽ നിന്നും രുചിക്കൂട്ടിലേക്ക് മടങ്ങി വരാം. അപ്പോൾ നമ്മൾ സോൾട്ട് ആൻഡ് പെപ്പറിലൂടെ എന്തൊക്കെയാണ് അല്ലേ ഒരുപാട് സ്പെഷ്യൽ വിഭവങ്ങൾ നമ്മളിങ്ങനെ ഉണ്ടാക്കുകയും അല്ലെങ്കിൽ വീട്ടിൽ ട്രൈ ചെയ്തുമൊക്കെ ഇങ്ങനെ പോവുകയാണ്. നമ്മൾ അതിലേക്കായിട്ട് സ്പെഷ്യൽ വിഭവം ഉണ്ടാക്കാനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് കാര്യങ്ങൾ അല്ലേ, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ പോയി മേടിക്കണം. അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ സ്പെഷ്യൽ ഡിഷൊക്കെ വീട്ടിലുണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് വേണ്ടത് നമ്മുടെ നാടൻ വിഭവങ്ങളാണ്. അപ്പോൾ നാടൻ വിഭവങ്ങൾ പലർക്കും അറിയാമെന്നുള്ള നല്ല അമ്മമാരും ഒക്കെ അമ്മമ്മമാരും ഒക്കെ ഉണ്ട്. പക്ഷേ അറിയാത്ത പുതിയ പിള്ളേരൊക്കെ ഉണ്ട്, ഇനിയിപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് പോകാനുള്ളവർ. അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ ഈ എപ്പിസോഡ്. ഒരു നാടൻ വിഭവം അല്ലേ നമ്മളൊന്ന് ഉണ്ടാക്കാൻ പോണേ. ഇതാണ് നമ്മുടെ ഷെഫ് എന്ന് പറയാൻ പറ്റത്തില്ല, ഇവിടുത്തെ ഓണർ കൂടെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടുത്തെ എന്താണ് കുടുംബത്തിൽ വീട്ടിലുണ്ടാക്കിയ ഊണ്, അതുപോലെയാണ് വാഴയിലയിൽ ഊണെന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും അതിൻ്റെ ഓണർ തന്നെയാണ് ഇവിടുത്തെ ഷെഫും. അപ്പോൾ എന്തായിരുന്നു ഉണ്ടാക്കാൻ പോണേ? വേളാക്കറി, നാടൻ വേളാക്കറി. നാടൻ വേളാക്കറി, അതായത് വടക്കൻ പുളിയിട്ട് വെച്ച നാടൻ വേളാക്കറി. വേളാമീന് നമുക്ക് വാങ്ങാൻ കിട്ടുമല്ലോ. അപ്പോൾ അത് തുടങ്ങുകയാണ്. കണ്ടോളൂ എങ്ങനെയാണ് നല്ല ടേസ്റ്റുള്ള വയൽ വെള്ളം ഊറുന്ന അല്ലെങ്കിൽ കപ്പലോടിക്കാൻ പറ്റുന്ന ഒരു ഫിഷ് കറി. തുടങ്ങാം. ചേച്ചിയുടെ പേര് സയാന. ഓക്കെ, ഇതിന് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്? സവാളയുണ്ട്, ഇത് ഉലുവ, മല്ലിപ്പൊടി, തക്കാളി, കടുക്, മുളക് പൊടി, കുരുമുളക് പൊടി, കൊടംപുളി, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ഇഞ്ചി, ഉപ്പ്, എണ്ണ, കറിവേപ്പില, പിന്നെ പച്ചമുളകും, പിന്നെ നല്ല വേളാമീനും. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാടൻ ചട്ടിക്കറിയായിരുന്നു ഉണ്ടാക്കാൻ പോകുന്നത്. കണ്ടോ, ഒരു നല്ല മൺചട്ടി. ഈ മൺചട്ടി തന്നെയാണോ ഹോട്ടലിലും? അതെ, മീൻകറികളെല്ലാം മൺചട്ടിയിലാണ്. മൺചട്ടിയിൽ വെക്കുമ്പോൾ തന്നെ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അത് ഈ വീട്ടിലൊക്കെ മൺചട്ടിയിലൊക്കെ ഭക്ഷണം വെച്ചതിന് ശേഷം ആ ചട്ടിക്ക് അത് ചോറിട്ട് കഴിക്കുന്നവർക്ക് അറിയാം. നീ പറയണ്ടല്ലോ. ആദ്യമേ എണ്ണ, നല്ല വെളിച്ചെണ്ണ. ഇതൊരു അര കിലോ കൂടുതലുണ്ടല്ലേ? നമുക്കൊരു 8 പീസ് എടുക്കാം. 8 പീസ് എന്ന് പറയുമ്പോൾ ഒരു 500-600 ഗ്രാമോളം ഫിഷ് ഉണ്ട്. അതിലേക്കുള്ള എണ്ണയായി ചേർത്ത് കടുക്, പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി സവാള. ഓക്കെ, അത് നല്ല സവാള, ഒരു നല്ലൊരു മുഴുത്ത സവാള നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം. ഇത് ഏത് കളറിലാണ്? ബ്രൗൺ കളർ. ചെറുതായിട്ടൊരു ബ്രൗൺ കളർ ആവുന്ന വരെ വെയിറ്റ് ചെയ്യാം. സാധാരണ മീൻകറിയിൽ ചെറിയ ഉള്ളിയല്ലേ ആഡ് ചെയ്യാറുള്ളത്? ചെറിയ ഉള്ളിയാണ്. നമ്മളിപ്പം ഹോട്ടലിലും കൂടെ ഒക്കെ ആയതുകൊണ്ട് സവാളയും കൂടെ. സവാളയ്ക്ക് ഹോട്ടലിലൊരു സ്ഥാനമുണ്ട്. ഇതിന്റെ ഒരു ടേസ്റ്റ് ഒരു തീർച്ചയായിട്ടും ടേസ്റ്റാണ്. ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഈ സവാള ചേർത്തിരിക്കണേ. ഇനി അടുത്തത് ഇഞ്ചിയും വെളുത്തുള്ളി. ഓക്കെ, ഇഞ്ചിയും വെളുത്തുള്ളി. അതൊന്നും നമ്മുടെ ഒരു കൈക്ക് ഈ ഒരു ഇങ്ങനെ വരിയെടുക്കാൻ പറ്റുന്ന അത്രയും ക്വാണ്ടിറ്റി ഇഞ്ചിയും സെയിം പോർഷൻ വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട്. കൊടംപുളിയും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പം ഈ എണ്ണയിൽ ഇത് നിൽക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു മണം നല്ല ഒരു മണവും കൂടി കിട്ടും. പറയണല്ലേ, കുടംപുള്ളി ഇട്ട് വെച്ച നല്ല. ഈ മീനിന്റെ പേരെന്താണ്? വേള കറിയുണ്ട്. അതിനൊരു പാട്ട് കേട്ടിട്ടുണ്ടോ? പണ്ടത്തെ ഒരു പാട്ടാ. ആ പാട്ട് കേൾക്കണം കേട്ടോ. ഭക്ഷണത്തെക്കുറിച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു 80s ഗാനമാണ്. പച്ചമുളക് ഇങ്ങനെ നെടുകെ കീറി വെച്ചിട്ടുണ്ട്. എല്ലാം ഇടാവോ? ഞാൻ എടുത്തേ. ഭയങ്കര കൈപ്പുണ്യാണ് എനിക്ക്. ഒരു 4 പച്ചമുളക് ചേർത്തു. ശരിക്കും ആ കുടംപുളിയുടെ നമ്മൾ നാവിൽ കിട്ടുന്ന ഒരു രുചിയുണ്ടല്ലോ, അത് ഈ വരുന്ന എന്താണ് ഈ സ്മോക്കിൽ ആ ഒരു മണം തന്നെ വന്നു. ഭയങ്കര ഒരു വ്യത്യസ്തമായ മണം. നമിച്ച് ചേച്ചി അത് കലക്കി. മല്ലിപ്പൊടി ഒരു സ്പൂൺ നിറച്ചിട്ടോ, രണ്ടാമത്തെ സ്പൂൺ നിറച്ചിട്ടോ, ഒരു 2.5 സ്പൂൺ. ചേച്ചി സമയം കിട്ടുമ്പോഴൊക്കെ ഹോട്ടലിലെ ഭക്ഷണത്തിന് കിച്ചണിൽ കൂടാറുണ്ടോ? ഇടയ്ക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് കയറും. ബാക്കി സമയമൊക്കെ വീട്ടിലാരാണ്? ചേച്ചിയാണോ ഹസ്ബൻഡാണോ നന്നായിട്ട് ഭക്ഷണം വയ്ക്കണേ? ഹസ്ബൻഡ്.
ഞാൻ ചുമ്മാ തമാശക്ക് ചോദിച്ചതാ. ഹസ്ബൻഡാണ് എൻ്റെ ഗുരു. പിള്ളേർ എത്ര പേരാ? 3 പേര്. 3 പേര്. അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരാണ്? ചേച്ചി കുക്ക് ചെയ്യുന്നതാണോ അതോ ചേട്ടൻ കുക്ക് ചെയ്യുന്നതാണോ? അവരുടെ അച്ഛൻ്റെ നോൺ വെജ് ആണ് അവർക്ക് കൂടുതൽ താല്പര്യം. അത് മിക്കവാറും എല്ലാ വീടുകളിലും അങ്ങനെയാന്ന് തോന്നുന്നു. അച്ഛന് ഈ കിച്ചണിൽ കയറി എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ മക്കൾക്ക് അത് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇത് മൊത്തത്തിൽ ഒന്ന് മൂത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുളക് പൊടിയും ചേർത്ത് അത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ആഡ് ചെയ്യാം. ഇവിടെ കറിവേപ്പില ഈ ഒരു കറിയിൽ ലാസ്റ്റിലായിടണേ, ആദ്യമല്ല. നമ്മൾ സാധാരണ കടുക് താളിക്കുമ്പോൾ ഒരു കുറച്ച് ഒരു ഇതളല്ലേ ഇടത്തുള്ളൂ. ഇത് അങ്ങനെയല്ല, കുറച്ച് വാരിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന് തിളക്കണ്ടേ? എത്ര സമയം വേണം ഇതൊന്ന് തിളച്ച്? 5 മിനിറ്റ്. അപ്പോൾ ഈ 5 മിനിറ്റ് ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ എല്ലാവരും നോക്കിയിരിക്കുക, ഇതുവരെ മീൻ അതിലോട്ട് എത്തിയില്ലല്ലോ അല്ലേ? മീനൊക്കെ എത്തും. നായകനെ ഇറങ്ങാനായിട്ട് ഇതിന് സമയം വേണം. അപ്പം മടങ്ങി വരാം രുചിക്കൂട്ടിലേക്ക്. ചേച്ചി, ഇത് തിളച്ചപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു മണം ഗംഭീരമായിട്ട് വന്നല്ലോ. മീനിടാവേ. അപ്പോൾ മീന് നമ്മുടെ, ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊരു സൂപ്പർ സ്റ്റാർ സിനിമയാണ്. നായകൻ ഇറങ്ങാൻ പോകുന്നതേ ഉള്ളൂ. നല്ല മുഴുത്ത, നല്ല വലിപ്പമുള്ള വേള. ഇത് ശരിക്കും നല്ല വിലയുള്ള മീനല്ലേ? ഇത് ഒരു പീസ് എത്ര രൂപ വെച്ചിട്ടാണ് ഇവിടെ കൊടുക്കണേ? മീനിനൊക്കെ പലപ്പോഴും പല റേറ്റ് ആണ്. അപ്പം അതിന്റെ റേറ്റ് അനുസരിച്ചാണ് നമ്മളിവിടെ വില തീരുമാനിക്കുന്നത്. ശരിയാ, നമ്മൾ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ ഓരോ ഇന്നലെ വാങ്ങുന്ന വിലയ്ക്കല്ല ഇന്ന് കിട്ടുന്നത്. അപ്പോൾ അത് ശരിയാ, ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ ഇന്നലത്തെ വില വെച്ച് കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷെ പറയുമല്ലേ? അതെ. നന്നായിട്ട് റെഡി ആയിട്ടുണ്ടല്ലേ? അതെ അതെ. അപ്പൊ ഇനി എന്തൊക്കെയാണ്? ഇനി കറിവേപ്പില ഇച്ചിരി നമുക്ക് ഇട്ട് കൊടുക്കാം. തക്കാളി, പച്ചത്തക്കാളി. അത് ഈ തക്കാളി ഇടുന്നത് ശരിക്കും ഇതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് തക്കാളിക്ക്. അതിൻ്റെ ഇത് വെച്ചിട്ടാണ്. പിന്നെ നമുക്കൊരു ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ശ്രദ്ധിക്കുക, കുരുമുളക് കൂടെ ഇടുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് ഇട്ടപ്പോഴേക്കും മണം ഒന്നുകൂടെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഒരു മണത്തിൻ്റെ ഒരു മനോഹാരിത. അത് ടെലിവിഷനിലൂടെ നമുക്ക് എന്തായാലും മണത്തെക്കുറിച്ച് പറയാൻ പറ്റത്തില്ലല്ലോ, എങ്കിലും ഗംഭീരമായിട്ടുണ്ട് മണം. നമുക്ക് ഇനി കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അതൊരു 1/4 സ്പൂൺ. ആ കുരുമുളക് ഇട്ട അതേ പോർഷൻ ഉലുവാപ്പൊടി കൂടെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരുവിധം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി നല്ല പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർക്കാം. അങ്ങനെ നമ്മുടെ മീൻ കറി തയ്യാർ. കറിവേപ്പില ഒരു വീക്ക്നെസ് ആണ്. കറിവേപ്പില ഇത് കഴിക്കാൻ വരുന്നവർക്കാണോ ഇത് ഉണ്ടാക്കുന്ന ആൾക്കാണോ വീക്ക്നെസ്? എനിക്ക് ഇതിനൊരു നല്ല മണമാണേ. പിന്നെ ഗുണവും ഉണ്ട്. കറിവേപ്പിലയുടെ ഗുണം എന്തൊക്കെയാ? നല്ല ഫ്ലേവർ കിട്ടും. പിന്നെ അതിന് കറിയുടെ ഇതിൽ ഒരു നല്ല ബെസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് കറിവേപ്പില തന്നെയാണ്. ഓക്കെ, ഈ കറിവേപ്പില ഇത്രയും വലിയ ഗുണമുണ്ടായിട്ട് അവസാനം എല്ലാവരും ഈ കറിവേപ്പില ഇപ്പോൾ കറിവേപ്പില കഴിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ പലരും പഴയ ആൾക്കാരൊക്കെ കറിവേപ്പില എടുത്ത് ദൂരെ കളയുക. അതെന്താ കാര്യം? അതിൻ്റെ ഗുണം മൊത്തം അതിൻ്റെ അത് ഓൾറെഡി ഇറങ്ങിക്കഴിഞ്ഞു. പിന്നെ അതിൻ്റെ ആവശ്യമില്ല. കൊളസ്ട്രോളിനൊക്കെ നമ്മൾ നാട്ടുവൈദ്യമായിട്ട് കറിവേപ്പിലയും തൈര് ഉറച്ചു വെച്ചിട്ട് തൈരിൻ്റെ അടിയിൽ ഊറി വരുന്ന വെള്ളം ഉണ്ടല്ലോ, ഇത് രണ്ടും കൂടെ അടിച്ച് രാവിലെ വെറും വയറ്റിൽ കഴിച്ചാൽ കൊളസ്ട്രോളിന് നല്ല ബെസ്റ്റ് മരുന്ന്. കലക്കി ചേച്ചി, ഗംഭീരം. അതായത് നമ്മൾ തൈര് ഉറയൊഴിക്കാൻ വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, തൈര് ഇങ്ങനെ കട്ടയ്ക്ക് മുകളിൽ പൊങ്ങിയേക്കും, അതിൻ്റെ അടിയിൽ കുറച്ച് വാട്ടർ വയ്ക്കും. ആ വാട്ടർ എടുത്തിട്ട്, തൈരിൻ്റെ ആ വാട്ടർ എടുത്തിട്ട് അതിൽ കറിവേപ്പിലയും കൂടെ ചേർത്ത് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചിട്ട് രാവിലെ വെറും വയറ്റിലല്ലേ? അതെ. രാവിലെ കുടിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ പമ്പ കിടക്കും എന്നാണ്. ഇത് ഞാൻ നേരത്തെയും കേട്ടിട്ടുണ്ട്. അതൊന്നുകൂടെ ഓർമ്മിപ്പിച്ചതിന് വലിയ സന്തോഷം. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നാട്ടു വൈദ്യങ്ങളാണ്. ഇത് ട്രൈ ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മളെ വേള അല്ലേ? അങ്ങനെ നമ്മുടെ വേള കറി റെഡി ആയിട്ടുണ്ട്. അതിന് നമുക്ക് പ്ലേറ്റ് ചെയ്യാനുള്ള സമയമായി. പ്ലേറ്റുമായിട്ട് ഞാനിവിടെ നിൽപ്പുണ്ട്. ഒരു വലിയ കോടീശ്വരന് വിളമ്പും പോലെ ഇങ്ങനെ വിളമ്പ് വെച്ച്.
ഇങ്ങനെയാണോ വലിയ കോടീശ്വരന്? ഞാൻ ഉദ്ദേശിച്ചത് വലിയ കാശുമായിട്ട് വന്ന ഒരാൾക്ക് മുഴുവൻ കഷ്ണവും കൊടുക്കത്തില്ലേ? അല്ലെങ്കിൽ വെക്കട്ടെ. ആൾ കൊള്ളാമല്ലോ, ഒരു പ്ലേറ്റിൽ ഇത്രയും ഇങ്ങനെ. ഏറ്റവും നല്ല സന്തോഷം എന്ന് പറയുന്നത് സ്വയം വിളമ്പി കഴിക്കുമ്പോഴാണ്. അല്ല, നന്നായിട്ട് വിളമ്പി കൊടുക്കുക. അതെ അതെ, മതിയല്ലോ അല്ലേ? ഒന്നാമത്തെ കാര്യം, ഞാൻ എന്തുകൊണ്ടാണ് വിളമ്പുന്നത്, ഈ ചേച്ചി ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കത്തില്ല. വിളമ്പാനൊക്കെ ഇവിടെ വേറെ സ്റ്റാഫുകൾ വെച്ചിട്ടുണ്ട്, അവരാ വിളമ്പുന്നത്. അതുകൊണ്ട് ഈ ചേച്ചിക്ക് വിളമ്പുന്നത് അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. ഒരു കഷ്ണം എനിക്ക് എടുത്ത് തന്നിരിക്കണം. ആ, ഇപ്പം കലകി ഗംഭീരമായിട്ടുണ്ട്. നല്ല ചാറും ഈ പറഞ്ഞ പോലെ. ഇപ്പോൾ എൻ്റെ കയ്യിൽ നമ്മളെ ഈ മഞ്ഞ കളറിലുള്ള കുറച്ച് കപ്പയുണ്ടല്ലോ, അതുകൂടെ വേണം ഇതിൽ മുക്കിയിട്ട് അങ്ങോട്ട് പിടിപ്പിക്കാൻ. എന്നാലും ഇതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അല്ലെങ്കിൽ ഇത് അങ്ങോട്ട് ചോറിൻ്റെ കൂടെ ഇങ്ങനെ അങ്ങോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കണം. ഇങ്ങനെ കൊണ്ട് ഒഴിച്ചിട്ട് നിങ്ങൾ കണ്ടോളൂ. ഞാൻ ഇനി അല്ലെങ്കിൽ വെച്ച് കൊതിപ്പിച്ച് നിങ്ങൾ എന്നെ പ്രാവും. അങ്ങനെ കൊതി കൂറുന്ന നമ്മുടെ നാടൻ വേള കറി റെഡി ആയിട്ടുണ്ട് അല്ലേ? ഈ എത്രയോ സ്പെഷ്യൽ ഡിഷ് കണ്ടിട്ട് ഇത് കണ്ടപ്പോൾ ഒരു പ്രത്യേക കൊതി തോന്നിയില്ലേ നിങ്ങൾക്ക്? അതാണ് നമ്മുടെ നാടൻ കറികളുടെ, അല്ലെങ്കിൽ നമ്മുടെ നാടൻ ഭാഷ. നാടൻ എന്ന് പേരുള്ള എന്തിനും അതിൻ്റേതായ ഗുണമുണ്ട്. നാടൻ എന്ന് പറയുന്ന ഒരു കാര്യത്തെ ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഒരു കാര്യം അത് ചിലർക്ക് മനസ്സിലായിട്ടുണ്ട്. ബാക്കി ഈ നാടൻ കറി, പിന്നെ നമ്മുടെ നാടൻ പച്ചക്കറി, നാടൻ പേരയ്ക്ക അല്ലേ, നാടൻ പഴങ്ങൾ, അതിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. അതാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ആ സ്പൂണിൽ തന്നെ. പിന്നെ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എനിക്കറിയാം. ഇതിൻ്റെ ഒരു മണം കൊണ്ട് ഞാനിതിൻ്റെ ടേസ്റ്റ് ഓൾറെഡി ഊഹിച്ചു കഴിഞ്ഞു. എങ്കിലും അടിപൊളി ചേച്ചി, പറയാതിരിക്കാൻ വയ്യ. നമ്മൾ ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഓസം, ഗംഭീരം ചേച്ചി. അതിൻ്റെ പുളി കറക്റ്റായിട്ട് ഈ കുടംപുളി ഇട്ട് വെച്ചെങ്കിലും നമ്മൾ ഈ ചില തിരുവനന്തപുരംകാർക്ക്, തെക്കൻ കേരളത്തിലുള്ളവർക്ക് കുടംപുളിയോട് വലിയ താല്പര്യമില്ല. കാരണം ഈ വാളംപുളി ഉണ്ടല്ലോ, അതാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം. പക്ഷേ ഇത് ആ ഒരു പുളിയുടെ ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടി. എന്നാൽ കുടംപുളിയുടെ ഒരു അതിപ്രസരം ഇതിനകത്ത് കാണാനില്ല. പുളിയുണ്ട്, പിന്നെ തക്കാളി ഇട്ടുകൊണ്ടാണോ അറിയത്തില്ല. ഇവിടെ നോക്കിയേ കുറേ മാജിക് ടേസ്റ്റ്, ഗംഭീരം കേട്ടോ. ഇത് നിങ്ങൾ ഉറപ്പായിട്ടും വീട്ടിലുണ്ടാക്കി ട്രൈ ചെയ്യാവുന്നുള്ളൂ. ഈ കണ്ടത് വെച്ചിട്ട് എന്നിട്ടൊന്ന് ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് നിങ്ങൾ തന്നെ ഞങ്ങളെ വിളിച്ച് പറയൂ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. എനിക്ക് അത്രയ്ക്ക് ഈ കറി ഇഷ്ടപ്പെട്ടു. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ കിടിലം. അപ്പോൾ ഇത്രയും നല്ല മനോഹരമായിട്ടുള്ള നമ്മുടെ ഈ വേളക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്നുകൂടെ ഒന്ന് കാണണ്ടേ? ദാ വരുന്നു നാടൻ റീക്യാപ്പ്. ചേച്ചി, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ചേച്ചി ആദ്യമായിട്ടാണ് ഇത്ര ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത്? നേരത്തെ ഉണ്ടാക്കുന്നുണ്ട്. ആണോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ചേച്ചിയുടെ ചേട്ടനല്ലേ ഇത് പഠിപ്പിച്ചു തന്നത്? അപ്പൊ ആ ചേട്ടൻ ഉണ്ടാക്കുന്നത് എന്താ ടേസ്റ്റ്? ഞാനിങ്ങനെ വിചാരിക്കുകയാണ്. ആ ചേട്ടനെ ഒരു ദിവസം എനിക്ക് പരിചയപ്പെടുത്തി തരണം കേട്ടോ. ഉറപ്പായിട്ടും സോൾട്ട് ആൻഡ് പെപ്പറിൽ ആ ചേട്ടനെ വെച്ചിട്ട് ഒരു വിഭവം ഞാൻ ഷൂട്ട് ചെയ്യും. പറയാതിരിക്കാം. ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് എന്നെ പറഞ്ഞുകൊണ്ട് നിൽക്കേണ്ടി ഒരു സമയം അങ്ങ് പോയി. തൽക്കാലം അടുത്ത ആഴ്ച മറ്റൊരു എപ്പിസോഡിൽ വന്ന ഇതുപോലുള്ള മറ്റൊരു രുചിയുടെ കഥ ഞാൻ വന്ന് പറഞ്ഞുതരാം. തൽക്കാലം ഞാനും ചേച്ചിയും കൂടെ അങ്ങോട്ട് പോവുകയാണ്. ഈ ചേച്ചിയെ ഞാൻ എന്ത് പറയാൻ, പാചകകലയുടെ രാജ്ഞിയായിട്ട്, കൊല്ലത്തെ രാജ്ഞിയായിട്ട് പ്രഖ്യാപിച്ചിട്ട് അങ്ങ് പോവുകയാണ്. അപ്പോൾ ഇതുപോലൊരു അത്ഭുത പാചകത്തിൻ്റെ കഥയും കാഴ്ചകളുമായി നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. തൽക്കാലം ടാറ്റാ, ബൈ ബൈ. യെസ്.